അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ പ്യൂരിഫയറിനകത്തെ കമ്പോണൻസ് ഒക്കെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് കുറേ ആയി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1-2 വർഷമായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ TDS തീരെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ 23-27 TDS ഒക്കെയാണ് സാധാരണ ഇവിടുത്തെ വെള്ളത്തിൽ കാണിക്കുന്നത്. അത്ര പ്യുവറായിട്ടുള്ള വെള്ളമാണ്. സാധാരണ അത്ര പ്യുവറായിട്ടുള്ള വെള്ളം നമ്മളെങ്ങനെ കാണാറില്ല. അപ്പം നമുക്ക് ഈ വാട്ടർ പ്യൂരിഫയർ ഇവിടെ വെക്കുന്നതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം തിളപ്പിക്കാതെ ഡയറക്റ്റ് നമുക്ക് ഇതിനകത്തുനിന്ന് വെള്ളം എടുത്ത് കുടിക്കാമല്ലോ എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രം നമ്മൾ വെക്കുന്നതാണ് കേട്ടോ. അതായത് അല്ലെങ്കിൽ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ടത് തണുപ്പിച്ചൊക്കെ എടുത്ത് കുടിക്കണ്ടേ. ഇതാകുമ്പോൾ ഡയറക്റ്റ് നമുക്ക് പ്യൂരിഫയറിൽ നിന്ന് വെള്ളം നമുക്ക് എടുത്ത് കുടിക്കാമല്ലോ. അതിൻ്റെ ഉള്ള ഒരു ആവശ്യത്തിന് മാത്രമാണ് ഇത് വെച്ചേക്കുന്നത്. അല്ലാതെ നമ്മുടെ ഇവിടെ വെള്ളമൊക്കെ ഭയങ്കര ക്ലിയർ ആണ്. പിന്നെ ബയോളജിക്കൽ കണ്ടാമിനൻസ് എന്ന് പറയുന്ന സാധനം, അതിനെ നമുക്ക് TDS മീറ്റർ വെച്ചിട്ട് ഇത് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അതിന് വേറെ കിറ്റ് വേണ്ടി വരും. ബാക്ടീരിയൽ കണ്ടാമിനേഷൻ നടക്കുന്ന കിറ്റ് വേണ്ടി വരും. അത് നമ്മൾ തൽക്കാലം മേടിച്ചിട്ടില്ല. നമ്മൾ ഈ ശരിക്കും ബയോളജിക്കൽ കണ്ടാമിനൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാവയലറ്റ് സ്റ്റെറിലൈസേഷനുള്ള ഈ വാട്ടർ പ്യൂരിഫയർ നമ്മളിവിടെ മേടിച്ച് വെച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ RO UF മെംബ്രെയിൻ വഴി നമ്മൾ ഈ വെള്ളം ഇത് പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് മിക്കവാറും ഉള്ള ജേംസ് ഒക്കെ അതിനകത്ത് ഇതായിട്ട് ഫിൽട്ടർ ചെയ്ത് പോയിട്ടുണ്ടാവും. പിന്നെ ഏതെങ്കിലും കാരണവശാൽ ഫിൽട്ടർ ചെയ്യാതെ ഇപ്പുറത്ത് കടന്നു വരുന്ന സാധനങ്ങൾ നമ്മളുടെ UV റേഡിയേഷൻ, ടാങ്കിനകത്തുള്ള UV റേഡിയേഷൻ അതിനെ സ്റ്റെറിലൈസ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി. അപ്പോൾ നമ്മൾ ഇത് അഴിച്ച് ഇതിൻ്റെ ഫിൽറ്ററുകളൊക്കെ ഒന്ന് മാറ്റാൻ പോവുകയാണ്. കാര്യം ഇതിൻ്റെ പോസ്റ്റ് കാർബൺ ഫിൽറ്റർ, പ്രീ ഫിൽറ്ററുകൾ, ഈ സാധനങ്ങളൊന്നും നമ്മൾ മാറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളിതൊന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഇൻലെറ്റ് വാൽവ് നമ്മൾ അടയ്ക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ അടയ്ക്കുകയാണ്. അപ്പോൾ അടച്ചു. ഇപ്പോൾ ഈ നമ്മുടെ RO സിസ്റ്റത്തിലേക്കുള്ള വാട്ടർ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇതിൻ്റെ കണക്ടറുകൾ ഡിസ്കണക്ട് ചെയ്യണം. ഇത് എക്സ്റ്റേണൽ, അതായത് നമ്മളുടെ വേസ്റ്റ് പൈപ്പാണ്. അത് ഞാൻ ഊരുകയാണ്. വേസ്റ്റ് പൈപ്പ് ഊരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇൻലെറ്റ് വാട്ടർ ഇതാണ് നമ്മൾ ഊരിയെടുക്കേണ്ടത്. അത് ഊരുമ്പോൾ കുറച്ച് വെള്ളം പുറത്തേക്ക് ചീറ്റാൻ സാധ്യതയുണ്ട്. എന്തായാലും ഊരിയേ പറ്റും. കാര്യമായിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ അത് രണ്ടും നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കെയർഫുൾ ആയിട്ട് ഇത് നമ്മളുടെ ഇതിൻ്റെ സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ RO സിസ്റ്റത്തിന് മുകളിലോട്ട് പൊക്കിയെടുക്കുക എന്നുള്ളതാണ്. ഞാൻ പൊക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഈ RO ഒന്ന് റിപ്പയർ ചെയ്യാൻ ശ്രമിച്ചിരുന്നു കേട്ടോ. അന്നേരത്തേക്കിന് നമുക്കൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ RO മെമ്പറൈൻ നമ്മൾ മേടിച്ചത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല കൂടിയ RO ഒക്കെ മേടിച്ചിട്ട് നമ്മളിന്ന് അതൊന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ആദ്യം നമ്മൾ ഇതിൻ്റെ ബോഡി ഒന്ന് തുറക്കുകയാണ്. ഞാൻ ബോഡി തുറന്നിട്ടുണ്ട്. നമ്മളിത് അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി ഫിൽറ്റർ, RO ഒഴികെയുള്ള ബാക്കി ഫിൽറ്ററൊക്കെ നമ്മൾ മാറ്റി വെച്ചായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം ഒന്ന് അഴിച്ചെടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഡിസ്കണക്ട് ചെയ്യുന്നത് നമ്മളുടെ ആൽക്കലൈൻ ഫിൽറ്റർ, അത് എന്താ പറയുന്നത് മിനറൽ ഫിൽറ്ററാണ്. അത് മിനറൽ കാട്രിഡ്ജാണ്. അത് ഞാൻ പതിയെ ഊരി എടുക്കുന്നുണ്ട്. അത് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടത്തേക്ക് വയ്ക്കുകയാണ്. ഇനി ഞാൻ അഴിച്ചെടുക്കുന്നത് ഇതിൻ്റെ പോസ്റ്റ് കാർബൺ ഫിൽറ്ററാണ്. അപ്പോൾ ഞാൻ അത് അഴിച്ചെടുക്കുകയാണ്. അതിനെന്തോ ഒരു പ്രശ്നമുണ്ട്. ആദ്യം നമുക്ക് അതിൻ്റെ ക്ലിപ്പിൽ നിന്ന് ഊരിയിട്ട് അതിനെ അഴിക്കാൻ ശ്രമിക്കാം. അതായിരിക്കും നല്ലത്. ഓക്കെ, ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അറ്റത്തിരിക്കുന്നത് ഇതിൻ്റെ എന്താ പറയുന്നത് UF ആണ് കേട്ടോ. UF മെംബ്രെയിൻ ആണ്. അപ്പോൾ ഇത് നമ്മളുടെ പോസ്റ്റ് കാർബൺ ഫിൽറ്ററാണ് കേട്ടോ. അതിനെ അഴിക്കുകയാണ്. ഇവിടെ വെച്ചു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെഡിമെൻറ്റ് ഫിൽറ്ററാണ് കേട്ടോ. സെഡിമെൻറ്റ് ഫിൽറ്ററാണ് ഇപ്പോൾ അഴിക്കുന്നത്.
അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടയ്ക്ക് ഇതിനകത്ത് ഈ വാട്ടർ എടുക്കുന്നതിന് മുമ്പേ ഈ ഫിൽറ്ററിനകത്തൊക്കെയുള്ള വാട്ടർ നമ്മൾ പമ്പ് ചെയ്ത് കളഞ്ഞായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് ഗ്യാസ് കയറി ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സെഡിമെൻറ്റ് ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ RO അങ്ങ് അഴിച്ചെടുക്കാം. RO ഞാൻ അഴിച്ചെടുക്കുകയാണ്. RO അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അഴിച്ചെടുക്കുന്നത് പ്രീ കാർബൺ ഫിൽറ്ററാണ് കേട്ടോ അടുത്തത്. അപ്പോൾ അതിൻ്റെ പൈപ്പൊക്കെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ അഴിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തെ ഫിൽറ്ററെല്ലാം നമ്മൾ എടുത്ത് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഫ്ലോ റെസ്ട്രിക്റ്റ് ആണ്, ഇത് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഊരി മാറ്റുകയാണ്. നമ്മൾ ആദ്യം RO പ്രിപ്പയർ ചെയ്യുന്നൊന്ന് കാണിക്കാം. RO പുതിയത് മേടിച്ചിട്ടുണ്ട്, അത് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യുന്ന കാണിക്കാം കേട്ടോ. ഇത് കൊണ്ടുപോയി വാഷ് ചെയ്യണം. അന്നേരത്തേക്ക് ഈ 2 വാഷർ ഇത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. വാഷ് ചെയ്യണം. 2 ഉണ്ട് അതിൽ, ഒന്ന് അടപ്പയിലുണ്ട്, ഒന്ന് ഇവിടെയുണ്ട്. ROയുടെ ഹൗസിങ് നമ്മൾ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് RO മെംബ്രെയിൻ പൊട്ടിച്ച് ഇതിനകത്തേക്ക് നമുക്ക് ഫിറ്റ് ചെയ്യണം. അപ്പോൾ RO നമ്മൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ്. പിന്നെ ക്യാപ്പൊന്നും കണ്ടിട്ടില്ലല്ലോ, ഒന്നും എല്ലാം ഓക്കെ അല്ലേ? ഇതിൻ്റെ ഇതുണ്ട്, ബ്രൈൻ വാഷറൊക്കെ ഉണ്ട്, കറക്റ്റാണ്. ഇത് ഇടുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയൊരു പരിപാടി ചെയ്യാനുണ്ട് ഇവിടെ കേട്ടോ. നമുക്ക് ഈ ROയുടെ ഹൗസിങ്ങിലേക്കുള്ള 3 കണക്ഷൻ ആദ്യം നമ്മൾ സെറ്റ് ചെയ്യാനുണ്ട്. അതായത് 3 കണക്ടറുകൾ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട് കേട്ടോ, ഈ RO ഹൗസിങ്ങിൻ്റെ കൂട്ടത്തിൽ. അത് നമ്മളിത് കറക്റ്റായിട്ട് ഇതിലേക്ക് പിരിച്ച് കയറ്റി സെറ്റ് ചെയ്യാനുള്ള സാധനമാണ്. അപ്പോൾ നമ്മളത് പിരിച്ച് കയറ്റുന്നതിന് മുമ്പ് ഓരോ കണക്ടറിലും കുറച്ച് ടഫ്ലോൺ ടേപ്പ് അടിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് ലീക്ക് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടെ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RO ആണ്. അപ്പോൾ ഇതാണ് RO ഫിൽറ്റർ എന്ന് പറയുന്ന സാധനം കേട്ടോ. വാട്ടർ പ്യൂരിഫയറിനകത്തെ മെയിൻ ഫിൽറ്ററാണ് RO ഫിൽറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് ഇത് ഇങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അത് സീറ്റിംഗ് ആയിട്ടുണ്ട് കേട്ടോ, സാധനം സീറ്റിംഗ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടപ്പിടുക എന്നുള്ളതാണ് അടുത്തത്. ഇതാണ് കേട്ടോ എൻ്റെ അടപ്പ്. ഞാനിത് ഇടുന്നുണ്ട്. ഈ അടപ്പിൽ ആദ്യം നോക്കുക, ഇതിനകത്ത് 2 വാഷറുണ്ട് കേട്ടോ. ഇതിനകത്ത് ഇവിടെ ഒരു വാഷറുണ്ട്. ആ വാഷറൊക്കെ സെപ്പറേറ്റ് ഇതിനകത്ത് കിടക്കായിരുന്നു, ഞാൻ എടുത്ത് ഫിറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പം ഇവിടെ ഒരു വാഷറുണ്ട്, ചുറ്റും ആയിട്ട് ഇങ്ങനെ ഒരു വാഷർ കിടപ്പുണ്ട്. അങ്ങനെ നമ്മളിത് കണക്ട് ചെയ്യാണ്. അടയ്ക്കുകയാണ് കേട്ടോ. ഇനി ഇത് ലീക്ക് ആകത്തില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനിത് അടച്ചിട്ടുണ്ട്. ഓക്കെ, അത് മേലോട്ടല്ലേ നിൽക്കേണ്ടത്? അതെ, ഇങ്ങനെ മേലോട്ടാണ് അത് നിൽക്കേണ്ടത് കേട്ടോ. അപ്പം നമ്മൾ ഇതെല്ലാം ഡിസസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിനി ഇതിനെ അസംബിൾ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഓരോരോ കമ്പോണൻ്റായിട്ട് നമ്മൾ പറക്കിയിട്ട് ഇനി അസംബിൾ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ മാറ്റേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് RO ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നമ്മൾ പറക്കി ഇനി തിരിച്ചിടുകയാണ് കേട്ടോ. സെഡിമെൻറ്റ് ഫിൽറ്ററാണ് ആദ്യം നമ്മൾ കണക്ട് ചെയ്യുന്നത് കേട്ടോ. അത് ഏറ്റവും മേളിലാണ് ഞാൻ വയ്ക്കുന്നത്, സെഡിമെൻറ്റ് ഫിൽറ്റർ. അതിൻ്റെ ഫ്ലോ ഡയറക്ഷൻ ഞാൻ ഇടതോട്ടാണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ കാരണം ഇതാണ്, നമ്മളുടെ ഇൻലെറ്റ് പൈപ്പ്, അതായത് വാട്ടർ അകത്തേക്ക് വരുന്ന പൈപ്പ് ശരിക്കും ഈ ഭാഗത്തേക്കാണ് കണക്റ്റ് ആവുന്നത് കേട്ടോ. ഇത് ഒരു
സോളിനോയിഡ് വാൽവാണ്. ഈ സോളിനോയിഡ് വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇലക്ട്രിസിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു വാൽവാണ്. ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുമ്പോൾ മാത്രമേ ഈ വാൽവ് ഓപ്പൺ ആവുകയുള്ളൂ. അതായത് 24 വോൾട്ട് DC ഇലക്ട്രിസിറ്റി ഇതിലേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ മാത്രമേ ഈ സാധനം ഓപ്പൺ ആവുകയുള്ളൂ. അല്ലാത്ത സമയത്ത് ഇത് അടഞ്ഞിരിക്കും കേട്ടോ. ഇതാണ് ഇതിൻ്റെ SMPS എന്ന് പറയുന്ന സാധനം കേട്ടോ. ഇത് 24 വോൾട്ട് DC പവർ ഇതിൻ്റെ പമ്പിനും പിന്നെ ഇതിൻ്റെ എന്താ പറയുന്നത് സോളിനോയിഡ് വാൽവിനും പിന്നെ ഇതിൻ്റെ UV ലൈറ്റിനും സപ്ലൈ ചെയ്യുന്ന SMPS ആണ് കേട്ടോ. അപ്പം ഈ SMPSൽ നിന്ന് പവർ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ, അതായത് നമ്മളുടെ ഈ സോളിനോയിഡ് വാൽവിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ചെയ്ത് കൊടുക്കുള്ളൂ. അതായത് പുറത്തുനിന്നുള്ള വെള്ളം അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുള്ളൂ. അതായത് യൂണിറ്റ് ഓൺ ആയെങ്കിൽ മാത്രമേ പുറത്തുനിന്ന് ഇത് വെള്ളം എടുക്കുള്ളൂ എന്ന് സാരം. അപ്പം നമ്മൾ ആദ്യം ഈ സോളിനോയിഡ് വാൽവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കണക്ഷൻ നേരെ നമ്മൾ കണക്ട് ചെയ്യുന്നത് നമ്മളുടെ സെഡിമെൻറ്റ് ഫിൽറ്ററിൻ്റെ ഇൻലെറ്റ് വാൽവിനകത്തേക്കാണ്. ഇത് കണ്ടോ, കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പ്രീ കാർബൺ ഫിൽറ്ററാണ് വെക്കുന്നത് കേട്ടോ. അതിൻ്റെ ഫ്ലോ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങോട്ട് തന്നെയാണ് വെക്കുന്നത്. ഇടത്തോട്ട് തന്നെയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കണക്ഷൻ ഇനി നമ്മൾ കൊടുക്കണം. സെഡിമെൻറ്റ് ഫിൽറ്ററിൽ നിന്ന് പ്രീ കാർബൺ ഫിൽറ്ററിലേക്കാണ് നമുക്കിനി ഇത് കണക്ട് ചെയ്യേണ്ടത്. ആദ്യം ട്യൂബ് ഇപ്പോൾ ഇതിലെ കൂടി ഇങ്ങനെയാണ് പോകേണ്ടത് കേട്ടോ. ഞാനിത് ആദ്യം ഇവിടെ കണക്ട് ചെയ്യാം. അതായത് നമ്മുടെ സെഡിമെൻറ്റ് ഫിൽറ്ററിൻ്റെ ഔട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളുടെ പ്രീ കാർബൺ ഫിൽറ്ററിൻ്റെ ഇന്നിലേക്കാണ് അതിൻ്റെ കണക്ഷൻ പോകേണ്ടത്. ഓക്കെ, അത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കണക്ട് ചെയ്യുന്നത് ഈ പ്രീ കാർബൺ ഫിൽറ്ററിൻ്റെ ഔട്ടിൽ നിന്ന് പമ്പിൻ്റെ ഇന്നിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. പമ്പിൻ്റെ ഇന്നിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെക്കേണ്ട സാധനം എന്ന് പറയുന്നത് RO ആണ്. RO നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട്. RO കണക്ട് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് 2 ക്ലിപ്പ് ഇവിടെ പിടിപ്പിക്കാനുണ്ട് കേട്ടോ. ROയുടെ ക്ലിപ്പ് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ROയെ ഇതിനകത്തേക്ക് എടുത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്യാം. നമ്മളുടെ ഒരു വാട്ടർ പ്യൂരിഫയറിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണൻറ്റ് എന്ന് പറയുന്നത് RO ആണ്. അപ്പം നമുക്ക് ROയിലേക്ക് ആണ് ഇനി നമുക്ക് കണക്ഷൻ കൊടുക്കേണ്ടത്. ROയിലേക്കുള്ള കണക്ഷൻ ഇതാണ് കേട്ടോ. ഇതിൻ്റെ പമ്പിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് നമ്മൾ ROയുടെ ഇൻലെറ്റിലേക്കാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. അതിങ്ങനെയാണ് കൊടുക്കുക കേട്ടോ. ഓക്കെ ഓക്കെ, കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണക്ഷൻ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പോസ്റ്റ് കാർബൺ ഫിൽറ്ററിലേക്കാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. ROയിൽ നിന്നുള്ള ഔട്ട് പോസ്റ്റ് കാർബൺ ഫിൽറ്ററിലേക്കാണ് പോകേണ്ടത്. അപ്പം ആദ്യം നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്ന് പറയുന്നത് പോസ്റ്റ് കാർബൺ ഫിൽറ്റർ ഇവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ മിനറൽ ഫിൽറ്റർ മേളിൽ വെച്ച് പിടിപ്പിക്കണം. അപ്പം നമ്മൾ ചെയ്യുന്നത് ആദ്യം ഇതിൻ്റെ ക്ലിപ്പ് മേളിൽ വെച്ച് പിടിപ്പിക്കുക. അതായത് നമ്മുടെ സെഡിമെൻറ്റ് ഫിൽറ്ററിലോട്ടാണ് ഞാൻ ക്ലിപ്പ് പിടിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, തിരിച്ചാണല്ലേ. ഓക്കെ, സെഡിമെൻറ്റ് ഫിൽറ്ററിലോട്ട് നമ്മൾ മിനറൽ കാട്രിഡ്ജ് പിടിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എന്താ പറയുന്നത് മിനറൽ കാട്രിഡ്ജ് ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്.
അതിനുശേഷം നമ്മൾ ഇതിൻ്റെ പോസ്റ്റ് കാർബൺ ഫിൽറ്റർ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ക്ലിപ്പ് മിനറൽ കാട്രിഡ്ജിലോട്ട് നമ്മൾ ഇടുക. ഓക്കെ, നമ്മളിപ്പോൾ ഇതിലാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ പോസ്റ്റ് കാർബൺ ഫിൽറ്റർ നമ്മൾ വെക്കാൻ പോകുന്നത് കേട്ടോ. ഇതിൻ്റെ ഫ്ലോ ഡയറക്ഷൻ ഞാൻ ഇടതോട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോസ്റ്റ് കാർബൺ ഫിൽറ്ററും കൂടെ ഇതിനകത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് കറക്റ്റായിട്ട് വെക്കേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് വെക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ കണക്ഷനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ആറോടെ ഔട്ടിൽ നിന്ന് പോസ്റ്റ് കാർബൺ ഫിൽറ്ററിലേക്കാണ് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആറോടെ ഔട്ടിൽ ഞാനിവിടെ കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ആറോടെ ഔട്ടിൽ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത എൻഡ് പോസ്റ്റ് കാർബൺ ഫിൽറ്ററിൻ്റെ ഇന്നിലാണ് കണക്ട് ചെയ്യേണ്ടത്. അതിവിടെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പം പോസ്റ്റ് കാർബൺ ഫിൽറ്ററിൻ്റെ ഇന്നിലൂടെ കണക്ട് ചെയ്തു. ഇനി പോസ്റ്റ് കാർബൺ ഫിൽറ്ററിൻ്റെ ഔട്ടിലേക്ക് നമുക്ക് അൾട്രാ ഫിൽട്രേഷൻ മെംബ്രെയിൻ, അതായത് UF മെംബ്രെയിൻ ആണ് കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ പോസ്റ്റ് കാർബൺ ഫിൽറ്ററിൻ്റെ ഔട്ടിലേക്ക് UF കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി UFൽ നിന്നുള്ള കണക്ഷൻ നേരെ പോകേണ്ടത് നമ്മളുടെ മിനറൽ കാട്രിഡ്ജിലേക്കാണ്. അതാണ് ഏറ്റവും മേളിൽ വെച്ചിരിക്കുന്ന കാട്രിഡ്ജ് കേട്ടോ. അപ്പോൾ നമ്മൾ മിനറൽ കാട്രിഡ്ജിലേക്കുള്ള കണക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൊടുത്തിട്ട് ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് കൊടുക്കേണ്ടത് മിനറൽ കാട്രിഡ്ജിൻ്റെ ഔട്ടിൽ നിന്ന് ടാങ്കിലേക്കുള്ള കണക്ഷനാണ്. മിനറൽ കാട്രിഡ്ജിൻ്റെ ഔട്ട് ഇതാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് കണക്ട് ചെയ്തു. ഇനി നമുക്കിത് കൊടുക്കേണ്ടത് താഴെ ടാങ്കിലേക്കാണ്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യണം. ഇതിനുള്ളിലൂടെ എടുക്കുകയാണെങ്കിൽ കുറച്ച് സൗകര്യപ്രദമായിരിക്കും. ഇത്രയാണ് കേട്ടോ ആറോടെ കണക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ എന്താ പറയുന്നത് ഫ്ലോ റെസ്ട്രിക്റ്റർ എന്ന് പറയുന്ന ഐറ്റമാണ് നമ്മൾ കണക്ട് ചെയ്യാനുള്ളത്. ഈ ഫ്ലോ റെസ്ട്രിക്റ്റർ എന്ന് പറയുന്ന ഐറ്റം നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും നമ്മളുടെ ROയ്ക്കകത്തേക്ക് ഇതിൻ്റെ പമ്പ് നല്ല പ്രഷറിലാണ് വാട്ടർ പമ്പ് ചെയ്യുന്നത്. ആ പ്രഷർ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മളുടെ വേസ്റ്റ് വാട്ടർ, അതായത് ഇത് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞ് വരുന്ന വേസ്റ്റ് വാട്ടർ പുറത്തേക്ക് കളയാനാണ്. വേസ്റ്റ് വാട്ടർ ഫ്രീ ആയിട്ട് പുറത്തേക്ക് ഒഴുകി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയുന്നത് ROയ്ക്കകത്ത്, അതായത് റിവേഴ്സ് ഓസ്മോസിസ് മെംബ്രെയിനകത്ത് കറക്റ്റായിട്ട് ഫിൽട്ടർ ചെയ്യാനുള്ള പ്രഷർ കിട്ടത്തില്ല. ആ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ വേസ്റ്റ് പുറത്തേക്ക് കളയാനാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഇവിടെ കണക്ട് ചെയ്യാണ്. ഇതിനെല്ലാം ഡയറക്ഷൻ ഉണ്ട്. ഡയറക്ഷൻ നോക്കിയിട്ടേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ROയുടെ വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റ് ആണിത്. ഈ വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ പുറത്തേക്ക് വേസ്റ്റ് വെള്ളം പോകുന്ന പൈപ്പ് അതിവിടെ ഉണ്ട്. അതെടുത്തിട്ട് നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അതിലേക്ക് അത് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കണക്ഷൻ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ആദ്യം ഇതിൻ്റെ ഇൻലെറ്റ്, വാട്ടർ ഇൻലെറ്റ് പൈപ്പ് ഒന്ന് കണക്ട് ചെയ്യുകയാണ്. ഇവിടെയാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ രണ്ട് കണക്ടറുണ്ട്. ഒന്ന് ഔട്ട്ലെറ്റും പിന്നെ ഇപ്പുറത്തെ ഇൻലെറ്റും. അപ്പോൾ ഇൻലെറ്റിനകത്തേക്ക് ഞാൻ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇൻലെറ്റിനകത്തേക്കുള്ള കണക്ഷൻ ഞാൻ കൊടുത്തു. ഇനി ഇതിൻ്റെ ഔട്ട്ലെറ്റാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റാണ് കൊടുക്കുന്നത് കേട്ടോ. അതും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം സാധനം. ഇനി നമുക്ക് പൈപ്പ് ഒന്ന് ഓൺ ചെയ്യണം. പൈപ്പ് ഞാൻ അടച്ചു വെച്ചേക്ക് വരുന്നു കേട്ടോ. പൈപ്പ് ഓൺ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ സാധനം ഓണായിട്ടുണ്ട്. ഓണായിട്ട് നമ്മളുടെ എന്താ പറയുക, ഇനി വെള്ളമൊക്കെ കയറി വരണം കറക്റ്റായിട്ട്. ഇവിടെ ഒന്ന് ഡിസ്കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കാറ്റേജിനകത്തൊക്കെ വെള്ളം നിറഞ്ഞു വന്നതിന് ശേഷമേ വെള്ളം പുറത്തേക്ക് വരുള്ളൂ. വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റിൽ കൂടെ വെള്ളം വന്നു തുടങ്ങി കേട്ടോ. ഇനി ഫിൽറ്റേർഡ് വാട്ടറാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ നമ്മുടെ ഫിൽറ്റേർഡ് വാട്ടറും അപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാട്ടറിൻ്റെ TDS ഔട്ട്പുട്ട് നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ഒരു ഫിൽറ്റർ മാറ്റിയിട്ടതിന് ശേഷം നമ്മുടെ RO മെമ്പറൈനൊക്കെ മാറ്റിയിട്ടതിന് ശേഷം 1 മണിക്കൂറെങ്കിലും വെള്ളം ഫ്ലഷ് ചെയ്ത് കളഞ്ഞിട്ട്, ആദ്യത്തെ വെള്ളം നമ്മൾ കളഞ്ഞിട്ടേ ഉപയോഗിക്കാവൂ. ആദ്യം TDS ഒക്കെ വളരെ ഹൈ ആയിരിക്കും. ഇത് ഞാൻ കുറച്ച് നേരം ഫ്ലഷ് ചെയ്ത് കളഞ്ഞായിരുന്നു കേട്ടോ. അപ്പം ഇനി നമുക്ക് TDS ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ 37 നമ്മൾ TDS കാണിക്കുന്നത്. ഇവിടെ TDS കുറഞ്ഞൊരു 10ലേക്ക് വരുമ്പോഴാണ് നമ്മൾ ശരിക്കും അകത്തേക്ക് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ TDS ചെക്ക് ചെയ്തപ്പോൾ ഇപ്പോൾ 14 TDS കാണിക്കുന്നത് കേട്ടോ. TDS നമുക്ക് സാധാരണ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഇതനുസരിച്ച് 8-9 ഒക്കെ ആകുമ്പോഴത്തേക്കാണ് സാധാരണ നമ്മളിത് മിനറൽ കാറ്ററിജിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഓക്കെ ആയെന്ന് തോന്നുന്നു. അപ്പോൾ 14 ആണ് കാണിക്കുന്നത്. നമുക്ക് ശരിക്കും 50 TDS വരെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മിനറൽ കാറ്ററിജിലേക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. മിനറൽ കാറ്ററിജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിൽട്ടർ ചെയ്യുമ്പോഴത്തേക്കിന് നഷ്ടപ്പെട്ടു പോകുന്ന മിനറൽസ് തിരിച്ച് ആഡ് ചെയ്യാനുള്ള കാറ്ററിജാണ് കേട്ടോ. ഇതിനകത്തുനിന്ന് വളരെ ഫൈനായിട്ടുള്ള, അതായത് ക്ലീൻ ആയിട്ടുള്ള മിനറൽസ് ഈ കാറ്ററിജിനകത്ത് നിന്ന് വെള്ളത്തിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ നമുക്കാണെങ്കിൽ വെള്ളത്തിൻ്റെ എന്താ പറയുന്നത്, ആൽക്കലൈൻ നേച്ചർ കറക്റ്റായിട്ട് നിലനിർത്താൻ പറ്റും. അത് pH ലെവൽ കറക്റ്റായിട്ട് നിലനിർത്താൻ പറ്റും. നമ്മൾ ഇതിൻ്റെ TDS കംപ്ലീറ്റ് നമ്മൾ ഇത് ഫിൽട്ടർ ചെയ്ത് മാറ്റുമ്പോൾ, അതായത് ടോട്ടൽ ഡിസോൾവ്ഡ് സോൾവെൻറ്റ് കംപ്ലീറ്റ് നമ്മൾ ഫിൽട്ടർ ചെയ്ത് കളയുമ്പോഴത്തേക്കിന് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അസിഡിക് ആവും. ആ അസിഡിക് ആകുന്ന വെള്ളം നമുക്ക് കുടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുമാതിരി ഒരു അസിഡിക് ടേസ്റ്റ് പോലെ നമുക്കിങ്ങനെ തോന്നും വെള്ളം കുടിക്കുമ്പോഴത്തേക്കിന്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മിനറൽ കാറ്ററിജ് ഇവിടെ വയ്ക്കുന്നത് കേട്ടോ, വെള്ളത്തിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ചെയ്യാനായിട്ടാണ്. പിന്നെ നമുക്കുള്ളത് പിന്നെ പ്രീ കാർബൺ ഫിൽട്ടർ, പോസ്റ്റ് കാർബൺ ഫിൽട്ടർ എന്നീ 2 ഫിൽട്ടറുകളാണ് കേട്ടോ. ഈ ഫിൽട്ടറുകളുടെ ജോലി എന്ന് പറയുന്നത് ശരിക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വരുമ്പോഴത്തേക്കിന് ആ വെള്ളത്തിന് എന്തെങ്കിലും സ്മെല്ല് വ്യത്യാസമോ എന്തെങ്കിലും പ്രശ്നമോ ഉണ്ടെങ്കിൽ ആ സ്മെല്ല് ഇതിനകത്തുനിന്ന് എടുത്തു മാറ്റുക എന്നുള്ളതാണ് കാർബൺ ഫിൽട്ടർ ചെയ്യുന്നത്. പോസ്റ്റ് കാർബൺ ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനലി നമ്മൾ ഫിൽട്ടർ ചെയ്ത വെള്ളത്തിനെ ഒന്നുകൂടെ ടേസ്റ്റ് കൂട്ടി നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് എന്തെങ്കിലും വേറെ സ്മെല്ലോ ഇതിൻ്റെ കാറ്ററിജിനകത്തെ സ്മെല്ലോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടുന്ന് ഫിൽട്ടർ ചെയ്ത് മാറ്റും കേട്ടോ. എന്തെങ്കിലും ഓർഗാനിക് സ്മെല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഫിൽട്ടർ ചെയ്ത് മാറ്റും. ഫിൽട്ടർ ചെയ്ത് മാറ്റിയിട്ടാണ് നമ്മളുടെ UF-ലേക്ക് പോകുന്നത്, അൾട്രാ ഫിൽട്രേഷൻ മെംബ്രെയിനിലേക്ക് പോകുന്നത്. അൾട്രാ ഫിൽട്രേഷൻ മെംബ്രെയിനാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ അൾട്രാ ഫിൽട്രേഷൻ മെംബ്രെയിനിൽ നിന്ന് പിന്നെ വെള്ളം പോകുന്നത് ഇവിടെ നിന്ന് മുകളിലേക്ക് വന്നിട്ട് നമ്മളുടെ ഈ മിനറൽ കാറ്ററിജിലേക്കാണ് കേട്ടോ. മിനറൽ കാറ്ററിജിലൂടെ കയറി വെള്ളം അതിൻ്റെ എക്സിറ്റിലൂടെ വന്നിട്ട് നേരെ ടാങ്കിലേക്കാണ് പോകുന്നത് കേട്ടോ. ആ കണക്ഷനാണ് ഈ വന്നേക്കുന്നത്, ടാങ്കിലേക്കുള്ള കണക്ഷൻ. അപ്പോൾ ഞാൻ ടാങ്കിലേക്കുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ എന്താ പറയുന്നത്, സർവീസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ RO സർവീസിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ കേസ് അടയ്ക്കാനുള്ളത്. കേസ് അടയ്ക്കാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ പോസ്റ്റ് കാർബൺ ഫിൽട്ടർ നമുക്ക് കിട്ടിയിരിക്കുന്നത് കുറച്ച് തിക്കായിട്ടുള്ളതാണ്. നേരത്തെ സ്ലിം ആയിട്ടുള്ള കാർബൺ ഫിൽട്ടർ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്, തിക്കായിട്ടുള്ള ഫിൽട്ടറാണ്. അത് കാരണം കൊണ്ട് നമുക്ക് പിന്നെ ഈ കേസ് അടയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ആദ്യം നമ്മുടെ വയർ അതിൻ്റെ കറക്റ്റ് സ്ലോട്ടിൽ കൂടെ പുറത്തേക്ക് എടുക്കണം. അതിന് ശേഷം കറക്റ്റായിട്ട് അത് അതിൻ്റെ സ്ലോട്ടിൽ ഇടണം. ഇത് പിടിച്ചു വെച്ച് അടയ്ക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ഇതിൻ്റെ തിക്നെസ് ആണ് കേട്ടോ, ഫിൽറ്ററിൻ്റെ തിക്നെസ് കാരണം കൊണ്ടാണ്. നമ്മളിത് ഇവിടെ ഭിത്തിയിലോട്ട് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, വീണിട്ടുണ്ട്. ഇനി നമ്മുടെ വേസ്റ്റ് പൈപ്പും കൂടെ പുറകെ കൂടെ കറക്റ്റായിട്ട് എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ. വേണ്ട, അതായത് ഒരു അഡീഷണൽ UF ഫിൽട്ടർ ഞാൻ എൻ്റെ പുറത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. അത് ഇതിൻ്റെ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതാണ് കേട്ടോ, നമ്മൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു. നമ്മളാണെങ്കിൽ കംപ്ലീറ്റ് ഫിൽറ്ററുകളെല്ലാം മാറ്റി നമ്മളിപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ പ്യൂരിഫയർ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ആകെപ്പാടെ നമുക്ക് മാറ്റാത്ത സാധനങ്ങളുള്ളതെന്ന് പറയുന്നത് ഇതിൻ്റെ പമ്പ്,
ഇതിൻ്റെ UV ലൈറ്റ്, പിന്നെ സോളിനോയിഡ് വാൽവ്, പിന്നെ SMPS, ഇത്രയും സാധനങ്ങൾ 4 സാധനങ്ങളാണ് നമ്മൾ ഇതിനകത്ത് മാറ്റാത്തുള്ളൂ. ബാക്കി എല്ലാം മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇതിനകത്തേക്കുള്ള വാട്ടർ തുറന്നു കൊടുത്തിട്ടുണ്ട്. ടാങ്കിൻ്റെ ഈ ഭാഗത്തൂടെ പുറത്തേക്ക് വരുന്നത്, അതായത് ഇതിൻ്റെ ഗേജ് കാണിക്കുന്ന ഭാഗത്തൂടെ പുറത്തേക്ക് വരുന്നത് ടാങ്കിനകത്തുള്ള UV ലൈറ്റിൻ്റെ ഇതാണ് കേട്ടോ. ആ UV ലൈറ്റാണ് നമ്മൾ ഇതിനകത്തൂടെ കാണുന്നത്. ഒരു ഡാർക്ക് ബ്ലൂ കളറിൽ ഇങ്ങനെ കാണുന്നത് എൻ്റെ UV ലൈറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടണും കൂടെ നിങ്ങൾ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.